കോള് കഴിഞ്ഞിട്ട് അഭി പറയും, തമ്പിയേക്കാളും വിളഞ്ഞ വിത്ത CI നടരാജൻ. തമ്പിയുടെ കളിയൊന്നും അയാളുടെ അടുത്ത് നടക്കില്ല. ജാനകിയോട് പറയും, നീ ടെൻഷനാവൊന്നും വേണ്ട, നാളെ നിൻ്റെ ജീവിതത്തിലെ വിജയത്തിൻ്റെ ആദ്യ പടിയാണ്. തമ്പിയാണെങ്കിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്തൊരു കോള് വരും, ഒരു ജഗന്നാഥൻ. അയാൾ പറയും, ഞാൻ ലണ്ടനിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചു വരിക, ഇവിടെ ഭയങ്കര മടുപ്പായി എന്ന് പറയും. ആരെങ്കിലും വിട്ട് ആ വീടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ പറയും. തമ്പി പറയും, ഓക്കെ അതൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറയും. തമ്പി പറയും, വേറൊരു കോള് വരുന്നുണ്ട്, താൻ വെച്ചോന്ന് പറയും. എന്നിട്ട് പറയും, താടിക്ക് തീ പിടിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു പാല് കാച്ചൽ. ആ സൂര്യനാരായണൻ്റെ മോനെ എൻ്റെ മോളെ കെട്ടിച്ചു കൊടുത്തതാകെ കുടിക്കുന്നത്. ഇനി സേനനെ കൊന്നതും ഈ സൂര്യനാരായണൻ തന്നെയാണോ? മരിച്ചാലും എനിക്ക് സ്വൈര്യം തരില്ല എന്നൊക്കെ തമ്പി ചോദിക്കും. ആ സമയത്ത് ഉണ്ണിത്താൻ്റെ കോള് വരികയാണ്. തമ്പി ചോദിക്കും, ഞാൻ നാട് വിട്ടോന്ന് അറിയാമെന്നാണോ വിളിച്ചതെന്ന് ചോദിക്കും. ഉണ്ണിത്താൻ പറയും, അപ്പോൾ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചില്ലേ, താൻ ഇതിന്ന് ഊരില്ല, എൻ്റെ മുഖത്തടിച്ചതിന് ഒരു ശിക്ഷയാണെന്ന് കൂട്ടിക്കോന്ന് പറയും. തമ്പി പറയും, നീ ഒന്ന് വിചാരിച്ചാൽ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു നെറ്റിപ്പട്ടം കെട്ടി ആനയെപ്പോലെ തമ്പി വരുന്നത് വേണ്ട ഞാൻ കണ്ടോന്ന് പറയും. ഉണ്ണിത്താൻ പറയും, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നെറ്റിപ്പട്ടം കെട്ടിയ ആളെ കാണാനല്ല, തന്നെ കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് കാണാനാണെന്ന് പറയും. സുമംഗലാമ്മ കൂടെയുള്ള സ്ത്രീയോട് തട്ടിക്കയറുകയാണ്. നിനക്കെന്താ ഇവിടെ നിന്നാൽ, നിനക്ക് കാശൊക്കെ തന്നിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ അവർ പറയും, ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞല്ലോ എന്ന് പറയും. സുമംഗലാമ്മ പറയും, നീ പുറത്തൊക്കെ പോയിട്ട് നല്ല ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഇവിടെ ഉണക്ക ബ്രെഡാണെന്ന് പറയും. ആ സമയത്ത് അങ്ങോട്ട് കയറി വരികയാണ് സക്കീർ ഭായ്. സക്കീർ ഭായ് വിശേഷമൊക്കെ ചോദിക്കുമ്പോൾ സുമംഗലാമ്മ പറയും, കണ്ടോ എന്നെ സ്നേഹിക്കുന്നവർ ഇവിടെ ഉണ്ടെന്ന് പറയും. സക്കീർ ഭായിയോട് സുമംഗലാമ്മ പറയും, എന്നെ വൃദ്ധസദനത്തിൽ കൊണ്ടുവിട്ടത് എൻ്റെ മോൻ്റെ ആത്മാവ് ക്ഷമിക്കുവാക്കില്ലേ. സക്കീർ ഭായ് പറയും, വൃദ്ധസദനത്തിൽ കൊണ്ടുവിട്ടത് അപർണയല്ലേ. സുമംഗലാമ്മയ്ക്ക് അവളുടെ കൂടെ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. തമ്പി ആരാന്ന് നിങ്ങൾക്കറിയാലോ, ജാനകി അനാഥ തന്നെ, അതൊരു കുറവാണോ? ഇപ്പോൾ സുമംഗലാമ്മയും അങ്ങനെയല്ലേ, എന്ത് ചെയ്തിട്ടാണ് എപ്പോഴും ജാനകിയെ കുറ്റപ്പെടുത്തുന്നതെന്നൊക്കെ ചോദിക്കും. തമ്പിയുടെ മകളെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണോ എന്ന് ചോദിക്കും. ഒരു തവണ അമലിനെ കൊല്ലാൻ വരെ ശ്രമിച്ചില്ലേ തമ്പി, ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർക്കാനാണ് തമ്പിയുടെ മകളെ തന്നെ ആ വീട്ടിലെ മരുമകളായിട്ട് കൊണ്ടുവന്നത്. അഭിയും ജാനകിയും സുമംഗലാമ്മ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ സക്കീർ ഭായ് പറയും. അസുഖം പെട്ടെന്ന് ഭേദമാവട്ടെ, നമുക്ക് ഇനിയും കാണാം അളകാപുരി വെച്ച്. സുമംഗലാമ്മ നല്ലൊരു മുത്തശ്ശിയാവണം. അതും പറഞ്ഞ് സക്കീർ ഭായ് പോവാണ്. അജയ് ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്ത് അമല അങ്ങോട്ട് വരികയാണ്. അമല പറയും, നിരഞ്ജനടുത്ത് ചെയ്താലും ജീവനും കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇവിടുത്തെ വെല്ലുവിളികളൊക്കെ കേട്ട് മനസ്സ് മടുത്തേനെ. നിരഞ്ജനടുത്ത് ഇവിടുന്ന് പോയത് കേസിൽ അച്ഛൻ്റെ സഹായം തേടിയാണെന്നാണ് പറയുന്നത്. പക്ഷേ നിരഞ്ജനടുത്ത് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല. ഇത് കേട്ട് അജയ് പറയും, അവൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. എന്തിനാ അജയേട്ട അങ്ങനെ ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്നത്? ഇനി നിരഞ്ജനടുത്തേക്ക് അജയേട്ടൻ്റെ കൂടെ ഒരു ജീവിതമല്ലെന്ന് എനിക്കറിയാം. ഇതൊക്കെ കേട്ട് വിഷമമായിട്ട് അജയ് പറയും, നീ എന്നെ ഒന്ന് വിശ്വസിക്കണം, എനിക്ക് അണീറോസുമായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന തരത്തിൽ ഒരു ബന്ധവുമില്ല. അവളെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. ആ കാശ് തിരിച്ചു കൊടുത്ത് വക്കീൽ ജീവിതമായിട്ട് ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറയും. അതിനുവേണ്ടിയാണ് ഞാൻ അപർണയുടെ വക്കാലത്തെടുത്തത്. നിരഞ്ജന ഒരിക്കലും വിട്ടുകളയാൻ കഴിയില്ലെന്നൊക്കെ അജയ് ഇങ്ങനെ പറയും. അമല് പറയും, ഒരു പെണ്ണിൻ്റെ മനസ്സിലെ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടെടുക്കാൻ ഭയങ്കര പാടാണ്. നിരഞ്ജന അടുത്ത് ഒരു കാലത്ത് അജയേട്ടനെ എത്ര സ്നേഹിച്ചെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അത് തിരിച്ചു കിട്ടാനുള്ള ആകെ ഒരു വഴി ജാനകിയെടുത്തിയാണ്. ജാനകിയെടുത്തിയെ അജയേട്ടന് ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്. ആ സമയത്ത് അങ്ങോട്ട് കയറി വരികയാണ് അപർണ. അപർണ വയ്ക്കും, കേസിൻ്റെ തലേന്ന് വക്കീലിനെ ബ്രെയിൻ വാഷ് ചെയ്യാനുള്ള ശ്രമമാണോ എന്ന് വയ്ക്കും. അമല് പറയും, എനിക്ക് ഈ കേസ് ജയിക്കാനുള്ളതല്ലേ, അജയേട്ട ഒരു പടി പിന്നിൽ നിന്നാലല്ലേ നിരഞ്ജനയ്ക്ക് മുന്നിൽ കയറാൻ പറ്റുമെന്ന് പറയും. അജയ് പറയും, ഞങ്ങൾ കേസിനെ പറ്റിയൊന്നല്ല സംസാരിച്ചതെന്ന് പറയും. അപർണ അജയോട് വയ്ക്കും, എന്നെ ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ലല്ലേ, എൻ്റെ അച്ഛൻ ജയിക്കണം, അതിനുവേണ്ടി വീടും സ്ഥലമൊക്കെ വിറ്റ് വാടക വീട്ടിൽ താമസിക്കേണ്ടി വന്നാലും അപർണ വാക്ക് പാലിക്കും. അമല് പറയും, നിൻ്റെ അച്ഛനൊരിക്കലും വാടക വീട്ടിൽ താമസിക്കേണ്ടി വരില്ല, സർക്കാർ മന്ദിരത്തിൽ തന്നെ സുഖമായിട്ട് ജീവിക്കാം, 24 മണിക്കൂറും സെക്യൂരിറ്റി ഉണ്ടാവും, അതങ്ങ് ജയിലിൽ, അവിടേക്കാണ് നിൻ്റെ അച്ഛൻ പോകാൻ പോകുന്നത്. ഇതൊക്കെ കേട്ടിട്ട് അപർണയ്ക്ക് ദേഷ്യം വരും. അപർണ പറയും, ഇതിനൊക്കെ ഞാൻ അവനോട് പാരം ചോദിക്കും, അജയ് എനിക്കത് സാധിച്ചു തരണം, ഞാൻ ജീവിക്കണോ മരിക്കണോ എന്ന് നാളെ അറിയാം, അജയാണ് എൻ്റെ പ്രതീക്ഷ. അപർണ പോയി കഴിയുമ്പോൾ അജയ് പറയും, ഈ കേസ് എവിടെ ജയിക്കാനാ? നിരഞ്ജന നടരാജനുമായിട്ട് സംസാരിക്കുന്നത് മകൾ കേൾക്കാണ്. അപ്പോൾ അവൾക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ. കോളിന് ശേഷം മകൾ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നടരാജൻ അത് പറയും. മകൾ ചോദിക്കും, അച്ഛൻ മൊഴി കൊടുക്കാതിരുത്താൻ എന്താ സംഭവിക്കാമെന്ന് ചോദിക്കും. ഞാനും രവീന്ദ്രനും മൊഴി കൊടുത്തില്ലെങ്കിൽ കേസ് തള്ളിപ്പോകുമെന്ന് പറയും. അമ്മ വന്ന് ജാനകിയോട് സംസാരിക്കുകയാണ്, മോളെ, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നത് നമ്മളല്ലേ, അതില്ലാതാക്കുന്നത് നമ്മൾ തന്നെയാണ്. അമ്മയ്ക്കെന്തോ തമ്പിയുടെ മുന്നിൽ പോയി നിൽക്കാൻ ഒരു പേടി. അബി അമ്മയോട് പറയും, അമ്മയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയ ശേഷം അയാളെ കണ്ടിട്ടില്ലല്ലോ,